ഇത് ബേബി ഔട്ട്ഫിറ്റാണ് കാണിക്കുന്നത്. 3 വയസ്സൊക്കെ വരുന്ന കുട്ടികളുടെ ഗൗണാണ്. സീക്വൻസ് ഉള്ള ഫാബ്രിക് 1/4 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് വരുന്ന ഷിഫോണ് 2 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. ക്രേപ്പാണ് ലൈനിങ് നമ്മൾ അതിന് കൊടുക്കുന്നത്, അത് 1 മീറ്ററും. പിന്നെ കോട്ടൺ ലൈനിങ് യോക്കിന് വേണ്ടിയിട്ട് അതും 1/4 മീറ്ററാണ് വാങ്ങിച്ചത്. ഇത് ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു യോക്കിൽ കോട്ടൺ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 2ആയിട്ട് ക്ലോത്ത് മടക്കിയിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബാക്കിൽ നമുക്ക് സിബ്ബ് വേണം, അപ്പോൾ അതുകൊണ്ട് അവിടെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ക്ലോസ് ആയ ഭാഗം ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ നമ്മൾ ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ 2 സൈഡ് ഒരുപോലെയല്ല വെക്കുക. ഓക്കെ, അങ്ങനെ 4ആയിട്ട് നമ്മളിപ്പോൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 9 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ 9 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ 4.5 ആണ് ഷോൾഡർ കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ 4.5 ഷോൾഡർ മാർക്ക് ചെയ്ത്, ആം ഹോളും സെയിം തന്നെ 4.5 എന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒരു കേർവ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബോഡി ഷേപ്പിൽ 6 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് താഴത്ത് എത്തുമ്പോൾ 5.5 ആണ് കൊടുക്കുക. ഒരുപാട് ഷേപ്പായിട്ടൊന്നുമല്ല കൊടുക്കുന്നത്, കുറച്ച് ലൂസായിട്ടും. ഇനിയിപ്പോൾ തടിയുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, അവരെ ബോഡി ഷേപ്പ് അളന്നെടുത്തിട്ട് അതിനനുസരിച്ച് കൊടുത്താൽ മതി. 4-1 ഭാഗമാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് നമ്മൾ സീക്വൻസ് വരുന്ന ആ ഒരു ഫാബ്രിക്കാണ് നമ്മൾ ഈ ഒരു യോക്കിന് കൊടുക്കുന്നത്. അതും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത് നെക്കാണ്. നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പം നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണ് നെക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ വാവകളായതുകൊണ്ട് തന്നെ ഒരുപാട് ഇറക്കോ വിടുത്തൊന്നും പറ്റില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വേണം കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ടാസ്കും, കാരണം ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2.5 ഇഞ്ച് വിടുത്തിൽ ഒരു 3 ഇഞ്ചൊക്കെയാണ് കൊടുക്കുന്നത് ഇറക്കം. ഫ്രണ്ട് നെക്ക് 3ഉം ബാക്ക് അതിൻ്റെ പകുതി മതി. ഇപ്പോൾ അത്രയൊന്നും ബാക്ക് വേണ്ട, ബാക്ക് അതിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അതും വരച്ചു കൊടുക്കുന്നുണ്ട്. 2 ആയാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഫ്രണ്ട് മാത്രം ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാണ്. ബാക്കും എന്ത് ചെയ്യുക, ഇതേപോലെ വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്കും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷിഫോൺ ഫാബ്രിക് ഈ 2 മീറ്റർ വരുന്ന ആദ്യം 2ആയിട്ട് ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ജസ്റ്റ് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ 4ആയിട്ട് മടക്കി കൊടുക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ 4ആയിട്ട് ഞാൻ എങ്ങനെയാണോ മടക്കുന്നത് അതേപോലെ നോക്കുക. കാരണം പറയുമ്പോൾ ഇനി മിസ്റ്റേക്ക് ആയാലോ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് നമുക്കിനി അതിനെ നിവർത്തിയിട്ട് ഇതേപോലെ വെക്കാം. നിവർത്തി ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമ്മളിപ്പം അതിനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ 4ആയിട്ട് മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കി ഇതേപോലെ ഒരു കോണ് പോലെയാക്കി നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം, അവിടെയാണ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഈ യോക്കിൻ്റെ എൻഡിൽ വരുന്ന അളവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ നോക്കണം എത്രയാണ് വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരയുടെ അവിടെ നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുമ്പോൾ 20 ആണ് വരിക ഈ അരയുടെ അവിടെ. അപ്പോൾ 20 ആണെങ്കിൽ നമുക്ക് ഇവിടെ 20 നമ്മൾ എടുക്കണ്ട. ഒരു എന്താ പറയുക, അളവെടുക്കുമ്പോൾ ഫ്രണ്ടിൽ മാത്രമുള്ളത് നോക്കുക. ഫ്രണ്ടിൽ എനിക്ക് 10 ആണ് വേണ്ടത്. ഈ യോക്കിൻ്റെ അവിടെ എനിക്ക് 10 കിട്ടിയാൽ മതി. അപ്പോൾ 10 എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുക, അത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് 10 / 6.28 അതാണ് നമ്മുടെ ഫോർമുല. ആ ഒരു കണക്കെടുത്താൽ മതി. എത്രയായാലും 10 എന്നുള്ളത് 15 ആയാലും ശരി, ആ ഒരു അളവെടുക്കുക. 15 / 6.28 അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതെടുക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. 1.5 സംതിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അളവ് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 1.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ഒരു എഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് 1.5 സംതിങ്ങിൽ ഞാൻ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വലിയ അളവിലും ഈ ഒരു അളവ് തന്നെയാണ് എടുക്കുക. അപ്പോൾ അത് മാറിപ്പോകരുത്. നമ്മൾ ഫ്രണ്ടിലത്തെ ഒരൊറ്റ ഭാഗത്ത് അളവ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് 10 ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 10 / എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അതിപ്പോൾ 15 ആണെങ്കിൽ അങ്ങനെ
ഇനിയിപ്പോൾ 12 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് നോക്കുക. പക്ഷേ 6.28 മാറില്ല, അത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇനി കൊടുക്കേണ്ടത് ലെങ്ത്താണ്. നമ്മൾ എത്ര ലെങ്ത്ത് വേണം, ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് അത് ഞാൻ 20 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 20 ഇതേപോലെ വെച്ചിട്ട് ഈ ലെങ്ത്തിന് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ റൗണ്ടായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നതാണ്. ഇതിൽ കൺഫ്യൂഷൻ വരില്ല. നിങ്ങൾക്ക് ആ ഒരു അരയുടെ അവിടെ കൊടുക്കുന്നത് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക. അതിലൊരു ഡൗട്ടും വരേണ്ട കാര്യമില്ല. ഞാൻ കൊടുത്ത ആ ഒരു അളവ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവില്ല. കാരണം എനിക്ക് അതേപോലെയാണ് കിട്ടിയത്. അപ്പോൾ അത് അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗവും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒറ്റൊരു പീസ് മാത്രം, ഈ ഒരു മടക്കുണ്ടല്ലോ, ഈ ഒരു മടക്കിൽ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിപ്പോൾ റൗണ്ടായിട്ടാണ് കിട്ടുക. നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം. അതുകൊണ്ട് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗം മാത്രം കണ്ടില്ലേ. ഇതേപോലെ എനിക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് 2 പീസ് കിട്ടി. ഇതിപ്പോൾ 2 സ്കേർട്ട് പോർഷനാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത്. അത് എത്ര അളവ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഈ ഒരു അളവ് എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ യോക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് നല്ല ഫ്ലെയറിൽ കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ലൈനിങ്ങിന് അത്രയും ഫ്ലെയർ വെക്കുന്നില്ല. 2 മടക്കിയിട്ട് പിന്നെ ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ 2 മടക്കുക, എന്നിട്ട് ക്രോസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കോണിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ 10 ഇഞ്ച് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു 10 ഉണ്ടല്ലോ, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 5. മനസ്സിലായോ? നേരെ പകുതിയാണ് വേണ്ടത്. ഇവിടെ 5 ഇഞ്ച് കൊടുക്കുക. ഇത് നിവർത്തി വരുമ്പോഴത്തേക്ക് 10 ഇഞ്ച് ആവും. അതുകൊണ്ട് ഇവിടെ 5 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലെങ്ത്ത്, ഇതിൻ്റെ ലെങ്ത്ത് എത്ര വേണം? 20 ആണെങ്കിൽ നമ്മളിവിടെ 18 കൊടുത്താൽ മതി. കാരണം ഇത് ഒരുപാട് ലെങ്ത്ത് നമുക്ക് ഈ ഒരു പീസ് വേണ്ട. ലൈനിങ് നമ്മൾ സെയിം ടു സെയിം നമ്മുടെ മേലെയുള്ള ക്ലോത്തിൻ്റെ അതേപോലെ വെക്കില്ല. ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുക്കുക. കാരണം അത് മടക്കി തയ്ച്ചിട്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണം. പിന്നെ ഈ ഒരു സംഭവം താഴത്ത് നമ്മൾ കാണാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 2 ഇഞ്ച് കുറച്ച് കൊടുക്കുക. ഒരു 18 കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ ഭാഗത്തും വെച്ചിട്ട് അളവ് കൊടുക്കുക. എത്രയാണേലും ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതേപോലെ വെച്ച് ഈ ഒരു ഓരോരോ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സൈഡിൽ ക്ലോത്ത് തികയുന്നില്ല എന്നാണേലും കുഴപ്പമില്ല. നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ജോയിൻറ്റ് പീസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ബേബീസിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾക്കിതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. വലിയ ആളതാണെങ്കിൽ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിൽ വെച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. നിലത്തൊക്കെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗവും കട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു അറ്റത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ ഒരു പീസ് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമുക്കിവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു എത്രയാണോ പീസ് അവിടെ തികയാത്തത് അത് നമ്മളവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് ഈ പീസ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ വെച്ച് കട്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെയുള്ള ആ ഒരു പീസും കിട്ടി. അപ്പോൾ 1 മീറ്ററിൽ നമുക്ക് ലൈനിങ്ങും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ മേളിൽ ഇതേപോലെ ഇങ്ങനെ നല്ല വശം ഉള്ളിലായിട്ട് വരുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കും ഈ ഒരു നെക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ആം ഹോൾ മാത്രമേ ചെയ്യാവൂ. ഷോൾഡറിൻ്റെ അവിടുത്തെ ആ ഭാഗം ചെയ്യരുത്. കാരണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മളവിടെ വെക്കണം. അതുകൊണ്ട് സെൻറ്ററിൽ നമ്മൾ ഒഴിച്ചിടും. 2 ഭാഗത്തും സെൻറ്ററിൽ നമ്മൾ ഒഴിച്ചിടണം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആം ഹോളിൻ്റെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ വേറെ പീസ് വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. കിഡ്സിൻ്റെ ആകുമ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇനി വലിയ ആളതും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, നമുക്കിതിനെ നല്ല വശത്തേക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ. ഇതേപോലെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസാണ് നമുക്ക് എടുക്കേണ്ടത്. ബാക്കിൽ നമ്മൾ സിബ്ബ് വെക്കുമ്പോൾ ഇൻവിസിബിൾ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ അത് വെക്കുമ്പോൾ നേരെ ഡയറക്റ്റ് പോയിട്ട് അങ്ങനെ വെക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം സിബ്ബ് വെച്ചിട്ട് ലൈനിങ് വെക്കാം. അല്ലാണ്ട് എന്താ പറയുക, പുറത്ത് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതേപോലെ ഈ സിബ്ബ് ഇങ്ങനെ 2 വശത്തും ഇങ്ങനെ വെച്ച് ഫിറ്റായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വെക്കുക. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ടത് ലെഫ്റ്റിലും
റൈറ്റിൽ വരേണ്ടത് റൈറ്റിലും ഇങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ രണ്ട് വശത്തും ഒരേപോലെ വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിന് വൺ സൈഡ് ഫൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. ജസ്റ്റ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിൽ ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് ലൈനിങ് അതിൻ്റെ മേളിലാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ മേളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ നെക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഇവിടുന്ന് മുതൽ ഇങ്ങനെ റൗണ്ടായിട്ട് വന്നിട്ട് പിന്നെ ഇവിടുന്ന് സാധാരണ ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതും നമ്മൾ വൺ സൈഡ് ഫൂട്ട് തന്നെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടിയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സൈഡൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് വശത്തും ചെയ്ത് കൊടുക്കുക. നമ്മൾ ആം ഹോൾ ചെയ്യാറായിട്ടില്ല, അത് നമ്മൾ ഷോൾഡർ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ചെയ്യുള്ളൂ. ഇനി നമുക്കിതിന് നല്ല വശം മറിച്ചിട്ട് കൊടുക്കാം. ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മാത്രം നമുക്കത് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല വശം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ വയ്ക്കുക. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് എന്താ പറയുക വെച്ചത് അറിയേ ഇല്ല. കാരണം അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, പുറത്ത് കാണുകയില്ല. കണ്ടില്ലേ, ഇതേപോലെ നല്ല നീറ്റായിട്ട് അങ്ങനെ സിബ് അവിടെ ഉണ്ടോയെന്ന് ബാക്ക് വശത്ത് നോക്കിയാലും മനസ്സിലാവില്ല, അത്രയും നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശവും ഒന്നിച്ചിട്ട് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ ഒരു പീസും ഒരേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈനിങ്ങിന് ഇതിൻ്റെ മേളിലോട്ടേക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ ഷോൾഡർ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് ആം ഹോളും കൊടുക്കുക ചെയ്യുക ഒന്നിച്ചിട്ട് തന്നെ. ഇവിടുന്ന് ഇങ്ങനെ എന്നിട്ട് താഴോട്ടേക്ക് ആം ഹോളും കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇതേപോലെ ചെയ്തിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ഇതേപോലെയും കൊടുത്തു. മനസ്സിലായോ? എന്നിട്ട് അവിടെ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നിവർത്തിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്താവും, നമ്മുടെ ഷോൾഡർ ഇവിടെ ഇങ്ങനെ തയ്യൽ തുമ്പോ കാര്യങ്ങളൊന്നും കാണുകയില്ല, നല്ല നീറ്റായിട്ട് ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ കുത്തുന്ന ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഈ ഇങ്ങനെയുള്ള സ്വീക്വൻസ് ഒക്കെ വരുന്ന ക്ലോത്ത് ആകുമ്പോൾ കിഡ്സിന് ഇങ്ങനെ എന്താ പറയുക കുത്തുന്ന പോലെയൊക്കെ ഫീൽ ആകും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളും കാര്യങ്ങളൊക്കെ കവറായി. ഇനി അവിടെ ഒന്നും കൊടുക്കാനില്ല. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗമാണ് കൊടുക്കേണ്ടത്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇത്. എന്താ പറയുക, വലിയ ആളെ ചെയ്യുന്ന പോലെ തന്നെയാണ് കിഡ്സിൻ്റെതും. പിന്നെ അളവ് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ്ങും ഇതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്നിച്ചിട്ട് ചെയ്യാം, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട. എന്ത് ചെയ്യുക, ലൈനിങ്ങും ഇതിൻ്റെ മേളിൽ ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ വെച്ചിട്ട് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിലും രണ്ട് ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ബോഡി ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബേബീസ് അല്ലേ, അവർക്ക് ഭയങ്കര ബോഡി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കംഫർട്ട് അല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ എന്നാലും നമുക്കത് ഷേപ്പില്ലാതിരുന്നാലും ഒരു വൃത്തിയാടില്ല. അപ്പോൾ ഈ ബാക്കിൽ ഇങ്ങനെ കെട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ബോഡി ഷേപ്പായിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. അധികവും ബേബി ഡ്രസ്സിന് അങ്ങനെ കൊടുക്കുന്നത് തന്നെയാണ് കാണാനൊരു ഭംഗിയുണ്ടാകുക. ബാക്കിലൊരു ചെറിയ നോട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ വരെ മാത്രം എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്യുക. യോക്കിൻ്റെ അവിടെ വരെ മാത്രം. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഈ ലൈനിങ്ങിനെ താഴത്തതും മേലത്തതും അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടുന്ന് മുതൽ താഴെ വരയ്ക്കും എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് വരിക. ഇവിടുന്ന് മുതൽ താഴെ വരയ്ക്കും നമ്മൾ ഒന്നിച്ച്. എവിടെയാണോ നമ്മൾ യോക്കിൻ്റെ അവിടെ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ, അതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇതേപോലെ കെട്ടുമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ എന്താ പറയുക, ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. സിമ്പിളായിട്ടുള്ള ആ ഒരു സീക്വൻസ് വർക്കുള്ള ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ യോക്കിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോവും കൂടിയും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാകാൻ നോക്കാം. ഒരുപാട് വീഡിയോസോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു വീഡിയോ ഒന്നും കിട്ടിയിട്ടേ ഉള്ളൂ. കാരണം ബേബീസ് ഒന്നും അങ്ങനെ നിന്ന് തരൂല. ജസ്റ്റ് ഒന്ന് എടുത്താണ്. ആ ഒരു ഫംഗ്ഷനുള്ള സമയത്ത് നമ്മളിതൊരു ഫംഗ്ഷന് വേണ്ടി ചെയ്തത്, അങ്ങനെ എടുത്താണ്. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ രണ്ട് ബേബീസിനും ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസായിട്ടൊക്കെ വരാം. അപ്പോൾ താങ്ക് യു.